കുറേ ദിവസമായിട്ട് അപ്പോൾ അതുകൊണ്ട് മുടി വെട്ടണമെന്ന് വിചാരിക്കുന്നത്. എക്സാമൊക്കെ ആയതുകൊണ്ട് തീരെ സമയം കിട്ടാറില്ല. എക്സാം കഴിഞ്ഞ് വന്നാൽ ഓളെ കൂട്ടുകാരോടെ വന്ന് വിളിക്കും കളിക്കാൻ പോകാൻ. അപ്പോൾ ഓൾ കളിക്കാൻ പോകും. അപ്പോൾ തീരെ സമയം കിട്ടില്ല. അപ്പോൾ ഇന്ന് പിന്നെ ഞങ്ങൾക്ക് അങ്ങൊന്ന് പോകണമെന്ന് വിചാരിച്ചുകൊണ്ടൊക്കെയായിരുന്നു. അപ്പോഴാണ് അവളെ മുടി ഒന്ന് വെട്ടട്ടെ, മുടി ഇങ്ങനെ വാർന്നു കൊടുക്കുമ്പോൾ മുടി വെട്ടട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ മുടി വെട്ടുകയാണ്. കുറേ മുമ്പ് ബ്യൂട്ടി പാർലറിൽ പോയി ഞാൻ വെട്ടിയതാണ്. അപ്പോൾ അന്ന് പിന്നെ എന്താ പറയുക, അവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കാക്കി ഓളയും പോയത്. അപ്പോൾ ഈ കുട്ടികളൊക്കെ ഉള്ള മുടി നല്ല ലെങ്ത്തുള്ള മുടിയായിരുന്നു, നല്ല കട്ടിയുണ്ടായിരുന്നു, നല്ല ലെങ്ത്തൊക്കെ ഉള്ള നല്ല മുടിയാണ്. അപ്പോൾ എന്തിനാ അത്രയും ചെറുപ്പത്തിൽ ഇത്രയും അധികം മുടി ഇങ്ങനെ വളർത്തുന്നത് എന്തിനാണ്? നല്ല മുടി ഞങ്ങളൊക്കെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുകയാണ്, എന്തിനാ മുടി വെട്ടണം? അങ്ങനെ എന്തൊക്കെ ചോദിച്ചു എന്നൊക്കെ പറയുന്നത് കേട്ടോ. പിന്നെ പിറ്റേ ദിവസം മുതൽ ഉള്ള മുടി നല്ലോണം കൊയ്യായിരുന്നു. അങ്ങനെ പിന്നെ കാക്ക മുടി കൊയ്ച്ചിന് വേണ്ടിയിട്ട് കുറേ മുമ്പ് വാങ്ങി വെച്ച ഒരു ഓയിലുണ്ടായിരുന്നു. ആ ഓയിലിൻ്റെ പേരെന്താണെന്ന് പറഞ്ഞാൽ കല്യാണിയമ്മ അങ്ങനെ എന്തോ ഒരു പേരാണ്, ലാസ്റ്റ് ഒരു അമ്മയാണ്. അത് തീർന്നപ്പോൾ ഞങ്ങൾ വേറൊരു ഓൺലൈനിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു, വേറൊരു കമ്പനീൻ്റെത്. അതത്ര പോരാ, അത് മുടി കൊയ്യൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ അങ്ങനെ മുടി കൊഴിച്ചിലുണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ബ്യൂട്ടി പാർലറിൽ കൊണ്ടുപോകാൻ എനിക്ക് പേടിയായിട്ട് ഞാൻ തന്നെ കട്ട് ചെയ്യണം. ഫസ്റ്റ് ടൈമാണ് ഞാൻ കട്ട് ചെയ്യുന്നത് കേട്ടോ. ഞാനിതുവരെ അവളെ മുടി കട്ട് ചെയ്തിട്ടില്ല. അങ്ങനെ ഞങ്ങൾ മുടിയൊക്കെ കട്ട് ചെയ്തു. ഉച്ചക്ക് ഉപ്പേരി വെക്കാൻ കൊത്തഞ്ചക്ക കൊയ്യാൻ വേണ്ടി പോവുകയാണ്. നോമ്പിൻ്റെ മുമ്പ് ഇലയിച്ച് കൊത്തഞ്ചക്ക കൊത്തിങ്ങാൻ ഉപ്പേരി വെക്കാനുള്ള പാകത്തിനാക്കി കൊണ്ടു തന്നിരുന്നു. അത് കഴിഞ്ഞാൽ അടുത്ത വീട്ടിലെത്താത്ത പിന്നെ അതിൻ്റെ പിന്നെ മെഡലൊക്കെ വെട്ടിങ്ങാൻ പുഴുങ്ങാനുള്ള രീതിയിലാക്കി കൊണ്ടു തന്നിരുന്നു. എനിക്ക് ഈ കൊത്തഞ്ചക്ക നോക്കാനൊന്നും അറിയില്ല, അതിൻ്റെ പാകം നോക്കാനൊന്നും അറിയില്ല. താഴത്തെ ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് കുറച്ചുകൂടി വലുതാണെന്ന് തോന്നി. അതിൻ്റെ നേരെ മുകളിൽ ഒരെണ്ണം ഉണ്ട്, അത് കുറച്ച് ചെറുതാണെന്ന് തോന്നി. അങ്ങനെ അത് ഞാൻ ഈ കുറുവാൾ വെച്ചിട്ട് ഏന്തി കൊയ്യാൻ നോക്കിയിട്ട് പക്ഷേങ്കിൽ അത് എത്തുന്നില്ല. അങ്ങനെ ഞാൻ പിന്നെ എന്ത് ചെയ്തു, ഒരു ബാറ്ററി പെട്ടി ഉണ്ടായിരുന്നു അവിടെ, അതെടുത്തിട്ട് അതിന്മേൽ കയറി കൊയ്ത്. മുറിച്ചപ്പം കുരും ചുളയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് കൊത്താൻ പറ്റുമോ, നമുക്ക് കടിക്കും, ചിലത് ഇങ്ങനെ ചെമ്മിനിക്ക് ഉറപ്പുണ്ടാകുമ്പോൾ അങ്ങനെ കടിക്കും നമ്മൾ ഉപ്പേരി വെക്കുമ്പോൾ. അപ്പോൾ ഞാൻ അപ്പുറത്തെ വീട്ടിലെ താത്തനോട് ചോദിച്ച് ഇത് കൊത്താനായിട്ടുണ്ടോയെന്ന്. അങ്ങനെ ഒരു നോക്കി പറഞ്ഞു കൊത്താനായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, സോഫ്റ്റാണ്. അങ്ങനെ കൊത്തിച്ചൊക്കെ പേരൊക്കെ വെച്ചു ഞങ്ങൾ. അതും കൊണ്ട് പിന്നെ അങ്ങ് പോകുന്നതിന് പകരം ഞങ്ങൾ വയനാട്ടിലേക്കാണ് പിന്നെ പോയത്. അതിൻ്റെ വീഡിയോ അടുത്ത ദിവസം കാണിച്ചു തരാം.